ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇനി ഞാനിവിടെ ഉണ്ടാക്കുന്നത് പടവലങ്ങ പുട്ട്, ഒരു തമിഴ് റെസിപ്പിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 200 ഗ്രാം പടവലങ്ങ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് തരിതരിപ്പായി അരച്ചെടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവണം. ഇപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവണം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചെവയൊന്ന് മാറണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പടവലങ്ങ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ പടവലങ്ങയ്ക്ക് നന്നായി ഒന്ന് വേവാൻ വേണ്ടിയാണ്. റെഡിയായി ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കടലപ്പരിപ്പിന് പകരം കടലപ്പൊടിയോ പൊട്ടുകടലപ്പൊടിയോ ചേർക്കാവുന്നതാണ്. കടലപ്പരിപ്പൊക്കെ ഒന്ന് വേവാൻ വേണ്ടി ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കിത് റെഡിയായി നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. സെർവിങ് ബൗളിലേക്ക് എടുക്കട്ടെ. ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തമിഴ് റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പിയായിട്ട് കാണാം. ബൈ.